സംസ്ഥാനത്ത് ഉയർന്ന താപനിലയെന്ന മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് നാളെയും യെല്ലോ അലർട്ടാണ്. കോഴിക്കോട് ജില്ലയിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം, കണ്ണൂർ ജില്ലകളിൽ താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ഗോകുൽനാഥ് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. ഗോകുൽ, അത്യന്തം ചൂടിലേക്ക് ഫെബ്രുവരി അവസാനം എത്തുമ്പോൾ മാറുന്നു എന്നുള്ളതാണ് വളരെ ജാഗ്രതയോടുകൂടി കാണേണ്ട സാഹചര്യം. എന്തൊക്കെ മുന്നറിയിപ്പുകൾ, അത് ഏതൊക്കെ മേഖലകളിൽ, ജില്ലകളിൽ ചൂട് കൂടിയേക്കാമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്? പ്രജീഷ്, കാലാവസ്ഥ വ്യതിയാനം മൂലം അതായത് എൽനിനോ പ്രതിഭാസം ഉണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ ഈ പറയുന്ന പോലെ തന്നെ മഴയില്ലായ്മ, അതായത് കുറേ കാലമായിട്ടുള്ള മഴയില്ലായ്മയൊക്കെ തന്നെ ബാധിച്ചിട്ടുണ്ട്. അത് ജില്ലയിൽ എല്ലായിടത്തും തന്നെ, അതായത് 14 ജില്ലകളിലും കൃത്യമായിട്ട് തന്നെ പ്രതിഫലിക്കുന്നുണ്ട്. തിരുവനന്തപുരത്തും കോഴിക്കോടും ഒക്കെ തന്നെ അത് ബാധിക്കുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ അറിയാൻ പറ്റുന്നത്. ഇന്നലെ അതായത് കേന്ദ്ര കാലാവസ്ഥ മന്ത്രാലയം തന്നെ ഇത്തരത്തിലൊരു പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ കേരളത്തിലും ഈ തരത്തിൽ തീർച്ചയായും കേരളത്തിന്റെ ഒരു സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗൂഗിൾ ഈ ജാഗ്രതയ്ക്കൊപ്പം തന്നെ മറ്റ് മേഖലകളിൽ, കാരണം ചൂട് കൂടിയ പുനലൂർ, പാലക്കാട്, കണ്ണൂരിൽ ഇതാ ഇന്നിപ്പോൾ ഒരു പശുക്കിടാവ് സൂര്യാഘാതത്തിന് വിധേയമായി ചത്തുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതൊക്കെ മേഖലകളിൽ, പ്രത്യേകിച്ച് തീരദേശ മേഖലകളിലടക്കം എങ്ങനെയായിരിക്കും പുതിയ സാഹചര്യങ്ങളെന്നാണ് മുന്നറിയിപ്പും ജാഗ്രതയുമായി വരുന്നത്? ഇന്നലെ കേരളത്തിലെ ആരോഗ്യവകുപ്പ് ഒരു സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. 11 മണി വരെ 3 മണി വരെയുള്ള സമയത്ത് ജോലി ചെയ്യുന്നവർ സൂര്യാഘാതം ഏൽക്കാതെ സൂക്ഷിക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ചായ, കാപ്പി, മദ്യം അടക്കമുള്ള ഉപേക്ഷിക്കണമെന്നടക്കമുള്ള തരത്തിൽ സർക്കുലറുകൾ ഉണ്ടായിരുന്നു. സംസ്ഥാനത്ത് പല ജില്ലകളിലും പല രീതിയിലാണ് ചൂട് പ്രകടമായിട്ടുള്ളത്. ഇതിൽ ഇന്നലെ കോഴിക്കോട്, കണ്ണൂർ അടക്കമുള്ള ജില്ലകളിലൊക്കെ തന്നെ യെല്ലോ അലേർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരത്തും സ്ഥിതി വിശേഷം അത്ര മെച്ചപ്പെട്ടതല്ല. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചൂട് ഇന്നലെ പത്തനംതിട്ടയിൽ രേഖപ്പെടുത്തുകയുണ്ടായിട്ടുണ്ട്. അതായത് ഈ പറയുന്ന പോലെ തന്നെ കാലാവസ്ഥാ കേന്ദ്രങ്ങളൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് പ്രഡിക്ഷൻസിനെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ടാണ് പല ജില്ലകളിലും ഈ ചൂട് ഉയരുന്നത് എന്നുള്ളതാണ്. നമ്മുടെ ശാസ്ത്ര മേഖല ഒക്കെ തന്നെ അത്രത്തോളം തന്നെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ കൂടെ തന്നെ ഈ കണക്കുകൾക്കപ്പുറത്തേക്ക് പല ജില്ലകളിലും വ്യക്തമായിട്ട് ചൂട് ഉയരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ പത്തനംതിട്ടയിൽ ഉയർന്നു, നാളെ അത് മറ്റ് പല ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാം. എൽനിനോ അടക്കമുള്ള പ്രതിഭാസങ്ങൾ, ഒപ്പം തന്നെ മഴയില്ലാത്ത സാഹചര്യം ഒക്കെ തന്നെ ഇതിലേക്ക് കൂടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഈ മൃഗങ്ങളെ വളർത്തുന്നവർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ പുറത്ത് പണിയെടുക്കുന്നവർ, 11 മണി തൊട്ട് 3 മണി വരെ ജോലി ചെയ്യുന്നവർ ഒക്കെ തന്നെ കൃത്യമായിട്ട് ചൂട് അടിക്കാത്ത രീതിയിലൊക്കെ തന്നെ തൊഴിലെടുക്കാൻ ബാധ്യസ്ഥരാകണം. ഒപ്പം തന്നെ ഈ കച്ചവട മേഖലകളിലൊക്കെ തന്നെ ജോലി ചെയ്യുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ നിലവിൽ നേരിടുന്നുണ്ട്.